ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ. ഇപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം നല്ലൊരു നിലയിൽ തന്നെ എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതിന് പ്രത്യേകം ശ്രീ മുഹമ്മദ് റിയാസ് മന്ത്രി നല്ലൊരു നന്ദി തന്നെയുണ്ട്. അദ്ദേഹമാണ് കേരളം ടൂറിസത്തിന് ഈ ഒരു നിലയിൽ എത്തിച്ചത്. എല്ലാ മേഖലയിലും എല്ലാ ജില്ലയിലും പ്രത്യേക പരിഗണന നൽകി കൊള്ളാവുന്ന രീതിയിൽ അത്യാവശ്യം സൗകര്യങ്ങൾ തന്നെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി എത്തിപ്പെടാത്ത സൗകര്യങ്ങളിൽ കൂടെ അദ്ദേഹം അതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ കലാരൂപമായ കഥകളി, അതിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു വലിയൊരു പ്രതിമ, ഒരു പനപ്പൊക്കം തന്നെയുള്ള ഒരു പ്രതിമ കൊച്ചി മറൈൻ ഡ്രൈവിൽ, ബോൾഗാട്ട് പാലസിലോ മറൈൻ ഡ്രൈവിനടുത്തോ അല്ലെങ്കിൽ കടലിൽ പണിയണം. നമുക്കും ഒരു വലിയ പ്രതിമ, ഒരു ഐക്കൺ, ഒരു ലാൻഡ്മാർക്ക് വേണം. ഒരു ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും നല്ല ടൂറിസത്തിൻ്റെ അട്രാക്ഷൻ ഏരിയ ആക്കി എടുക്കാനും അതുവഴി പറ്റും. അതുപോലെ തന്നെ ചുണ്ടൻ വെള്ളം, അതിൻ്റെ ഒരു വലിയൊരു മാതൃക, അത് ആലപ്പുഴയിൽ. ആ ചുണ്ടൻവെള്ളത്തിൽ ആളുകൾ തുഴയുന്ന ഒരു മിനിയേച്ചർ മാതൃക, അതിൻ്റെ വലിയൊരു മാതൃക തന്നെ വേണം. അത് കേരളത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളും കോത്തിണക്കിയുള്ള ഒരു പ്രതിമകൾ അത് ഉണ്ടായിരിക്കണം. അതും വെള്ളത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ കോഴിക്കോടിൻ്റെ ഒരു പ്രശസ്ത നിർമ്മിതമായ ഉരു, അത് കോഴിക്കോട് ബീച്ചിൽ അതിൻ്റെ വലിയൊരു മിനിയേച്ചർ, അതും ഏകദേശം ഒരു പനപ്പൊക്കം, നല്ല ഒരു സ്കൈഡൊക്കെ, അത്രയും വലുതായ ഒരു മിനിയേച്ചർ തന്നെ അവിടെ ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ തെയ്യത്തിൻ്റെ ഒരു മിനിയേച്ചർ, അത് കണ്ണൂരിൽ ഉണ്ടാവണം. പിന്നെ കൊല്ലങ്കോട് താമരപ്പാടം ആ ഭാഗത്ത് ഒരു വലിയൊരു വാച്ച് ടവർ നല്ല അട്രാക്ഷനുള്ള രീതിയിൽ തന്നെ, നല്ല കാണാൻ ഭംഗിയും കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ ഒരു വാച്ച് ടവർ ഉണ്ടാവണം. അതായത് നല്ലൊരു ഹൈറ്റ് തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ബോൾഗാട്ടി പാലസിലേക്ക്, മറൈൻ ഡ്രൈവിൽ നിന്ന് ബോൾഗാട്ടി പാലസിലേക്ക് ഒരു റോപ്പ് വേ, അതും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ പോത്തുണ്ടിയിൽ നിന്ന് നെല്ലിയാമ്പതി കേബിൾ കാർ റോപ്പ് വേ സിസ്റ്റം ഉണ്ടാകണമെന്നും ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പൊന്മുടി മൂന്നാറിലേക്കും പൊന്മുടിയിലേക്കും വയനാട്ടിലേക്കും റോപ്പ് വേ കേബിൾ കാർ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നു. ഈ സർക്കാർ അതിനുള്ള പ്രാപ്തി ഉണ്ട് എന്നെനിക്കറിയാം. ചില സാങ്കേതിക കാരണങ്ങൾ വൈകുന്നു എന്ന് തന്നെ ആയിരിക്കാം. എങ്കിലും ഇനി പ്ലാൻ ചെയ്യുമ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ കേരള ടൂറിസം ഉയർച്ചയിലെത്തും. ഇപ്പോൾ ഒരു സ്റ്റേഡിയം നിൽക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങൾ, ഇതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴേ കേരള ടൂറിസം മറ്റു രാജ്യങ്ങളോട് മത്സരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഒരു ടൂറിസ്റ്റ് അവിടെ എത്തി പിറ്റേന്ന് പോകണമെങ്കിൽ അവിടെ കാണാവുന്ന, അവർക്ക് സ്റ്റേ ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ എല്ലാ ജില്ലയിലും ഒരു ടൂറിസം കേന്ദ്രം സൗന്ദര്യവൽക്കരിക്കുകയും കലാരൂപമാക്കുകയും DTPs ഉൾപ്പെടെ എല്ലാം ചെയ്യണം.
പ്രത്യേകിച്ച് ടൂറിസം സീസൺ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 5 മാസങ്ങളിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ച ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കേരളത്തിന്റെ കലാരൂപമായ പല കലാരൂപങ്ങൾ അവതരിപ്പിക്കണം. രാത്രി വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെ അവതരിപ്പിക്കാവുന്ന ഒരു സംഘടന അവതരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവണം. അവതരിപ്പിക്കുന്നത് ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ പ്രശസ്തി ഉയർത്തും, അത് ഉറപ്പ് തന്നെയാണ്. ഇതുവഴി ഫുഡ് കോർട്ടും അവർക്ക് റെസ്റ്റ് ചെയ്യാനും, അപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയും അവിടെ സമയം സ്പെൻഡ് ചെയ്യും, സന്തോഷഭരിതമായി തിരിച്ചു പോവുകയും ചെയ്യുന്നു. കൂടാതെ ഇതുപോലുള്ള സ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുകയും മാലിന്യമുക്തമാക്കുകയും മറ്റു അനുബന്ധ ജോലികൾ എല്ലാം ചെയ്ത് വൃത്തിയാക്കുകയും ചെയ്യണം. ഇതിനു വേണ്ടി പ്രത്യേക ആളുകൾ നിയോഗിച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ടൂറിസം സീസൺ അല്ലാതെ മറ്റു മാസങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകണം. ടൂറിസം സീസണിൽ എല്ലാ ദിവസവും ഉണ്ടാവണം. അപ്പോൾ തന്നെ ആ ടൂറിസം ഏരിയ നല്ല കൂടുതൽ ആക്റ്റീവ് ആവുകയുള്ളൂ. പക്ഷേ കൂടുതൽ ആളുകൾ വരുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാകാത്ത ക്രമത്തിൽ അതിനെ ക്രമവൽക്കരിക്കുകയും ചെയ്യണം. അതുവഴി സംസ്ഥാനത്തെ ടൂറിസത്തിൽ കൂടുതൽ വരുമാനവും മറ്റു അനുബന്ധ മേഖലകളിൽ കൂടെ ഈ വരുമാനം മാറുകയും അതുവഴി കേരളത്തിന്റെ സമ്പത്ത് ഉയരുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ അത് ആയിരിക്കും, ഷുവർ. ടൂറിസം കേരളത്തിന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ് തന്നെയാണ്. അത് കുറെ കാലങ്ങളായി സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇനി കുറെ അധികം ചെയ്യാനുണ്ട്. സൗന്ദര്യവൽക്കരണം, വൃത്തിയാക്കൽ, മാലിന്യമുക്തമായൊരു കേരളം, ഇതൊക്കെ തന്നെ ആയിരിക്കണം കേരളം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ട ഒരു മാതൃക. ഇതുവഴി കേരളത്തിന്റെ ജീവിത രീതി മറ്റു ലോകത്തിലെ രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളും പ്രാവർത്തികമാക്കട്ടെ. അതായിരിക്കും നമ്മുടെ വിജയം. നമ്മളിനി ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം മുന്നോട്ട് കുതിക്കേണ്ടത്. താങ്ക് യു.